മൂഞ്ചി, റിയൽ മൂഞ്ചൻ. എത്ര കിലോമീറ്റർ നമ്മൾ നടക്കുന്നത്? 5 കിലോമീറ്റർ. 5 കിലോമീറ്റർ അല്ലേ? മാനേജർ കാറ് കൊണ്ടുപോയി. സീനിയർ വീഡിയോ എഡിറ്റർ, സീനിയർ ഗ്രാഫിക് ഡിസൈനർ, ഹെഡ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹെഡ്, എല്ലാവരും പരിപാടിയിൽ കോഴിക്കോട് നിന്ന് വന്ന് ബാംഗ്ലൂർ തെരുവോരങ്ങളിലൂടെ. യെസ്, ഞങ്ങൾ 3 പേരും ബാംഗ്ലൂർ തെരുവോരങ്ങളിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ചെങ്കിൽ ഊബർ കിട്ടാൻ അത് പിന്നെ അങ്ങനെയാണല്ലോ. എത്ര കണ്ടവന്മാരെല്ലാവരും ഉണ്ടായിട്ടും ഊബർ കിട്ടുക. അതന്നെ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ കറന്റ് ഫേസ് ചെയ്ത ഏറ്റവും മെയിൻ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാവലിംഗ്. ഒരു സ്കൂട്ടിയൊക്കെ എടുത്ത് അടിപൊളിയാവും, അല്ലാത്ത ആൾക്കാർക്കാണ് ടാസ്ക് വരിക. ഇവിടെ നമുക്ക് നിൽക്കാം, വയ്യാതെ എങ്ങനെ? അതെ, കറക്റ്റ്. എന്തുകൊണ്ട് അവിടെ സ്പേസ് ഉണ്ട്. പറഞ്ഞ വേറെ ഒന്നുമല്ല കേട്ടോ, കോഴിക്കോടാകുമ്പോൾ നമുക്ക് തൊട്ടപ്പുറത്ത് ഷോപ്പ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ജ്യൂസും അതുപോലെ എന്ത് വേണേലും മേടിച്ചഴിക്കാൻ പറ്റും. ഇവിടെ നമുക്ക് കുറച്ച് ടാസ്ക്കാണ്, കാരണം മൊത്തം കമ്പനീസാണ് അപ്പുറത്തും ഇപ്പുറത്തേക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഷോപ്പ് ഇതൊക്കെ തപ്പി ഇറങ്ങാൻ വെച്ചാൽ കുറച്ച് ലോങ് തന്നെ പോകേണ്ടി വരും. ഞാൻ അവിടെ നമ്മൾ കൂടുതൽ കണ്ട വണ്ടിയിൽ ആ കാണുന്നതാണ് ട്രയംഫിൻ്റെ ആരാണ്? ഫ്രണ്ട്. ഇന്നലെ ചിരിച്ച ആ ഫ്രണ്ടാണ്. ഞാൻ ചോദിക്കാൻ വന്നത് അതേ കാര്യമാണ്. അത് ഇന്ന് രാവിലെ മറ്റേ ഇത് പറഞ്ഞാണോ, എന്താ പറയാ, സിംഗിളായിരുന്നിട്ട് നീ പറഞ്ഞ ബേബി സൂക്ഷിക്കണം, നല്ല നേരല്ല കിട്ടിയത്. സോ അങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടെ ഒരു ലെക്സസ് നിൽക്കുന്നത്. ലെക്സസ് ഞങ്ങളുടെ ബാംഗ്ലൂരത്തെ വ്ളോഗാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കേണ്ട സംഭവം. ഓ, ബാംഗ്ലൂരത്തെ ബസ് കാണുന്നു. ബാംഗ്ലൂരൻ ബസ്. ഇനി കുറച്ച് റൊമാൻറ്റിക് മൂമെന്റ്സ് കാണാം. ആ വയറ് കാണിച്ചത് വേറൊന്നും കൊണ്ടല്ല, അവൻ നമ്മുടെ മുമ്പിൽ ഷോട്ട് ഇട്ടതാ, സ്കീം ഇട്ടതാ. അപ്പോൾ മുഖത്ത് എക്സ്പ്രഷൻ അപവാദങ്ങളാണ് ഗൈസ്. മുഖത്ത് എക്സ്പ്രഷൻ ഇട്ടത് വെറും ഷോക്കാണ്. ആൻഡ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ വിരലിലുള്ള ഈ ഒരു സംഭവം. ഈ വിരലുള്ള എന്താ നിങ്ങൾക്ക് അറിയോ? ഇത് ആക്ച്വലി അവൻ തന്നെ പറഞ്ഞുതരും. പറഞ്ഞു കൊടുക്കണം ബേബി. ഒന്നുമില്ല, ചെയിൻ ക്ലീൻ ആക്കിയതാ വണ്ടിയുടെ. എന്തിനെങ്ങനെ ടെൻഷനാണ് പറയും? ഇല്ലാത്തതിനെ കുറിച്ച് ഞാൻ എന്ത് പറയാനാണ്? യൂട്യൂബറാണ്. അയ്യോ, നമ്മളെ ഫേസിൽ വെച്ചാൽ കുഴപ്പമില്ല. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ചോദിക്കും. ആൻഡ് ഇപ്പോൾ ഒരു പ്രത്യേക നിമിഷത്തിലൊരു സംഭവം ഉണ്ടായി. എന്താ നീ അപ്പോൾ കാണിച്ചത്? ബാക്കിൽ നിൽക്കുന്ന 2 ആൾക്കാരുണ്ട്. അവർ ഞങ്ങളൊരു കാര്യം ചോദിച്ചു, ഞങ്ങൾ യൂട്യൂബേഴ്സാണോ? അതെ പറയണമെന്നുണ്ട്, പക്ഷെ ഫോളോവേഴ്സ് കുറച്ച് കുറവായതുകൊണ്ട് തന്നെ ഞങ്ങളത് വെളിപ്പെടുത്തില്ല. അങ്ങനെ വെളിപ്പെടുത്തിയാലോ നമുക്ക്? വേണ്ട. ആദ്യത്തെ ഒരു അനുഭവം അല്ല, ഫസ്റ്റ് നമ്മളെ കണ്ടങ്ങനെ തോന്നിക്കുന്നൊക്കെ ഉള്ളത് മനസ്സിലായി. കുറേ ജീവിതങ്ങളിലൂടെ കാണാൻ പറ്റും. അവനെന്തോ പറയുന്നുണ്ടായിരുന്ന വണ്ടി. എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത്. നമ്മുടെ വണ്ടി എത്താറായോ? നമ്മുടെ വണ്ടി ഇപ്പം എത്തും. ഈ വീഡിയോ മാക്സിമം നേരത്തെ ഇറക്കാം. മാക്സിമം നാളെ തന്നെ ഐ വിൽ ട്രൈ. എന്തല്ലേ ഇവിടെ വന്നു കഴിഞ്ഞാൽ പല ആൾക്കാരും ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന പല കാര്യങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു വേസ്റ്റിൻ്റെ ആ ഒരു ഇതും. സോ ഇതുപോലത്തെ വണ്ടി ഓടിക്കുന്നവർ ഓടിക്കോ, സിഗ്നൽ ക്രോസ് ചെയ്യാം. അങ്ങോട്ട് ക്രോസ് ചെയ്യാം.
ഫൈനലി നമ്മുടെ വണ്ടി എത്തി. കയറിക്കോ. ഞാൻ എന്ത് നായെന്ന് ഭയ്യ 0764. നമ്മൾ യൂട്യൂബ് വിചാരിച്ചിട്ടുണ്ട്. ഓ ഫൈനലി യെസ്, ഫൈനലി ഞങ്ങൾ ഞങ്ങളുടെ ഊബറിൽ കയറി. Finally we get a Uber. So Bangalore is so rush. We can't travel one point to another point. So yeah. After we walk 1 kilometer, we get an Uber. So we are going to our destination. That's it. Bye guys. യൂട്യൂബ് തുടങ്ങി രക്ഷപ്പെടുത്തുന്നതിൻ്റെ ഒരു തെളിവ് ഞങ്ങൾ ഇതിലൂടെ കാണിച്ചു. കിട്ടി. പിന്നെ ബാംഗ്ലൂർ നിന്നപ്പോൾ കിട്ടിയൊരു കാഴ്ച എന്ന് വെച്ചെങ്കിൽ ഏത് പണിയെടുത്താലും ജീവിക്കാൻ പറ്റും, നല്ല കാശ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ, പൈസ ഉള്ളതിനോട് അടിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലാത്തവന് ഇതുപോലെ പോകാൻ പറ്റും. ഓ അപ്ന മനസ്സിലായോ, മറ്റേ ജോബ് പ്ലാറ്റ്ഫോമിൻ്റെ ടീം പോകുന്നത്. സോ മെനി MNCs are here. കേൾക്കുന്നില്ല. ഇപ്പോൾ ചെറിയൊരു ട്രാപ്പിൽ പെട്ടിക്കാണ്. ഞങ്ങൾ എൻ്റെ അവിടെ അല്ല, ബിബിനാണ്. കാരണം റോട്ടിൽ കൂടെ ഒരു പെൺകുട്ടി പോയപ്പോൾ ജസ്റ്റ് നോക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു ബിബി എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ നോക്കി എന്ന് പറഞ്ഞപ്പോൾ ബിബി പറഞ്ഞു ഞാൻ പെൺപിള്ളേർ നോക്കാറില്ല. അതെ, അപ്പോൾ റീസൺ വേറെ കിട്ടി. അവൻ്റെ കയ്യിൽ ഇപ്പം വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ബിബിൻ കമ്മിറ്റഡ് ആവാൻ പോവുകയാണ് ആഫ്റ്റർ വൺ ബ്രേക്കപ്പ്. മേബി നമ്മൾ ഡിസ്റ്റർബൻസ് ആയി. അതങ്ങനെയാണല്ലോ, പാലം കിടക്കുമ്പോ നാരായണ നാരായണ, പാലം കിടന്ന പോരായണ പോരായണ. മുട്ടിയില്ല വെച്ചിട്ടാണ് വണ്ടികൾ പോകുന്നത്. തൊഴിൽ ഉണ്ടാവില്ല അവിടെ. ഒരു ദിവസം കഴിഞ്ഞ് പോണ സമയത്തല്ലോ കഷ്ടപ്പാടാട്ടോ ഇവിടുത്തെ ആൾക്കാർക്ക്. അതും ഇവിടുത്തെ ഇതുപോലെ ഡ്രൈവ് ചെയ്യുന്നത്. അങ്ങനെ ഊബറിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി, ഞങ്ങൾ ലൊക്കേഷൻ എത്തി. ഇനി കുറച്ച് ചായ കുടിക്കാം. അത് മലയാളി കേട്ടോ, അതിൻ്റെ ഉള്ളിലുള്ള കടക്കാരെ, ആ കടക്കാരെ. ചേട്ടാ ഇവൻ എത്ര വട്ട ഈ വണ്ടി ഞാൻ കാണുന്ന അറിയൂ. ഭയങ്കര ചിലവാണ് ഇതിനിവിടെ ബാംഗ്ലൂർ. സ്ക്രാമ്പിൾ 400X നൈസ് ബൈക്ക്. എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ സൈഡിൽ നല്ല രീതിയിലുള്ള ചിലവ് ഇതിന് വന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്ന ഒരു സാധനം കറക്റ്റ് ആൻസർ എനിക്ക് തരണം. ഇത് കണ്ടിട്ട് എനിക്ക് എന്താ തോന്നുന്നത്? പറയടാ. പിന്നെ 2 സമോസ ചൂടാക്കിയിട്ടുണ്ട്. ബേബി നീ ആൻസർ വിട്ടു. ഇത് കണ്ടിട്ട് നിനക്ക് എന്താ തോന്നുന്നത്? എനിക്ക് നമ്മുടെ നാട്ടില് മറ്റേ മഹാഗണിയില്ലേ, മഹാഗണിന്റെ മുകളിലുണ്ടാകുന്ന ഒരു കായുണ്ട്. ആ കായന്റെ പോലെ സമോസ പാക്ക് ചെയ്യണ്ട, കഴിച്ചോളാം. മറ്റേ ഇത് പാക്ക് ചെയ്താൽ അത് പാക്ക് ചെയ്യണം. എന്താ സമൂസ പാട്ടോ? ഒരു സമൂസയാണ് മേടിച്ചിട്ടുള്ളത്. ഓക്കെ ഓക്കെ ഓക്കെ. അവരോടില്ലേ? ഇല്ല, കഴിച്ചു. ആ സമൂസ എത്ര? എത്ര ബിബി കൊടുത്തേക്കട്ടോ, അയച്ചേരാം. നല്ല സമൂസ സമൂസ. ഞാൻ ഫസ്റ്റ് ടൈം ബാംഗ്ലൂർ വന്നപ്പോൾ രാവിലെ ഫുഡ് കഴിച്ച സ്പോട്ട് ഇതാ. ഇവിടുന്ന് ഫുഡ് കഴിച്ചു, ഇവിടുന്ന് വേറെന്തോ കഴിച്ചു, അവിടുത്തെ റൂമിൽ പോയി.
ആൻഡ് ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മലയാളി ബംഗാളി റൈറ്റ് നൗ യു ആർ എ മലയാളി ബംഗാളി ബംഗാളി മലങ്കാളി മലക്കാളി. റിയൽ മലങ്കാളി. ആക്ച്വലി ഇത്ര നേരം വർക്ക് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റെപ്പ് കയറി പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അത് വല്ലാത്തൊരു കഷ്ടപ്പാടാണ് അല്ലേ? അല്ല ബേബി, ഇവിടുന്ന് പോണ സമയത്ത് ഇങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. This is too hard. Sorry, this is too different. And this is the room. We are now here. Yep. ഇന്ന് വരണ ഞങ്ങൾക്ക് ബ്ലോഗർക്കാർ പോയി. Where are you going? Deep. Where are you going? അനീനെ കാണാൻ പോകുന്നു. ആ ഓക്കെ പോയിട്ട് വാ. തൂക്കിക്കോളാം പിന്നെ.